നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സ്ട്രോബെറി കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ പൂത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഒരുപാടൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇത്തവണ കുറച്ച് കൂടുതൽ പൂവിട്ട് കായുമായിട്ടുണ്ട്. ഇത്തവണ ഞാൻ തുടക്കത്തിൽ കൊടുത്ത വളങ്ങൾ കൂടാതെ കുറച്ച് പുളിപ്പിച്ച വളങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമുക്കിത് പിടിച്ച് കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷം. നമ്മൾ ആലപ്പുഴ ജില്ലക്കാരാണ് കേട്ടോ. ഇപ്പോൾ ഈ ഹൈബ്രിഡ് തൈകൾ എല്ലാ കാലാവസ്ഥയിലും പിടിച്ച് കിട്ടുമെന്ന് നേഴ്സറിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വിശ്വാസമില്ലായിരുന്നു. എങ്കിലും നമ്മൾ വെച്ച് നമ്മളതിന് നല്ല രീതിയിൽ പരിചരണം കൊടുത്തപ്പോൾ എന്തായാലും അത് നമുക്കും നല്ല രീതിയിൽ പിടിച്ച് കിട്ടി. നല്ല നീർവാർച്ചയുള്ള നല്ല ലൂസ് മണ്ണായിരിക്കണം ഇത് നടുന്നതിന്. പിന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം എന്നിവയായിരുന്നു. പിന്നെ നല്ല വെയിലും വേണം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ ഇതിൽ പൂവും കായും ഉണ്ടാകത്തുള്ളൂ. തൈ നാട്ട് നമ്മൾ ആദ്യം കൊടുത്ത ആ മീഡിയത്തിൽ അതൊന്ന് വളർന്ന് നല്ലൊരു ഉഷാറായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പുളിപ്പിച്ച വളങ്ങൾ കൊടുക്കാം. പുളിപ്പിച്ച വളങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇതെല്ലാം കൂടെ കുറച്ച് ഇട്ട് നമ്മൾ 3 ദിവസം നമ്മൾ വെച്ചിരിക്കണം. എല്ലാ ദിവസവും ആദ്യം നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളതൊന്ന് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കണം. അങ്ങനെ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ നല്ല രീതിയിലുള്ള വളമായിട്ട് അത് കിട്ടും. അതിൽ നിന്ന് നമ്മളൊരു കപ്പ് എടുത്തിട്ട് നമ്മളൊരു 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ആ ചെടിയുടെ ചവിട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാവുന്നതാണ്. അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്കറിയാവുന്നതാണ്. ചെടിയിൽ പെട്ടെന്ന് വളരുകയും ആ പൂക്കാനും കായ്ക്കാനുള്ള ആ ഒരു ടെൻഡൻസി അതിനുണ്ടാവുകയും ചെയ്യും. കുഞ്ഞിപ്പൻ്റെ കയ്യിലാണ് ഇരിക്കുന്നുണ്ടോ, ഇതുപോലെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. കുഞ്ഞിപ്പണ്ണ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കൂടെ നമ്മളും. കടയിൽ നിന്ന് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ജൈവ രീതിയിൽ നമ്മൾ രാസകീടനാശിനികളോ അങ്ങനെ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഒരു ജൈവ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമ്മുടെ കുഞ്ഞുമക്കൾ ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കഴിക്കുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.